യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് എതിരാളികൾ അത്ലറ്റിക്കോ ഡി മാഡ്രിഡ്. നിശ്ചിത സമയവും അധിക സമയവും കഴിഞ്ഞു. മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഒരുപക്ഷെ അനിശ്ചിതത്വം നീണ്ടുപോകുമായിരുന്ന ഷൂട്ടൌട്ട് പോരാട്ടം. പക്ഷേ ഹൂലിയൻ ആൽവരസിന്റെ പിഴവ് മത്സരഫലത്തിൽ വഴിത്തിരിവായി. അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ നിയമങ്ങൾ ആൽവരസിന്റെ ഗോൾ നഷ്ടമാക്കി. മാഡ്രിഡ് ഡെർബിയിൽ അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് വീണു. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യ പാദത്തിൽ റയലിനായിരുന്നു ജയം. 1-2 ഗോളിന്റെ ലീഡുമായി റയൽ രണ്ടാം പാദത്തിനിറങ്ങി. പക്ഷേ ആദ്യ മിനിറ്റിൽ തന്നെ കഥ മാറി. 30 സെക്കൻഡിനുള്ളിൽ തന്നെ കോണർ ഗാലഹർ വല ചെറുപ്പിച്ചു. ഇതോടെ 2 പാദങ്ങളിലുമായി സ്കോർ 2-2 എന്ന തുല്യനിലയിൽ. മത്സരം പുരോഗമിച്ചു. റയലിന് മുന്നിലെത്താൻ 70-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി വിനീഷ്യസ് ജൂനിയർ നഷ്ടമാക്കി. ആർക്കും ഗോൾ വല ചലിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ മത്സരം സമനിലയിൽ. വിജയികളെ നിർണ്ണയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട്. റയലിനായി കിലിയൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗ്ഹാമും ആദ്യ 2 കിക്കുകൾ വലയിലാക്കി. അത്ലറ്റിക്കോ ഡി മാഡ്രിഡിനായി അലക്സാണ്ടർ സോർലോത്തും ഹൂലിയൻ ആൽവരസും ആദ്യ 2 കിക്കുകൾ എടുത്തു. സോർലോത്തിന്റെ കിക്ക് വലയിലായി. ആൽവരസും ലക്ഷ്യം കണ്ടു. പക്ഷേ പോളിഷ് റഫറി ഷിമൻ മാർസിനിയാക് ഗോൾ പരിശോധനയ്ക്ക് വിധിച്ചു. വാർ പരിശോധനയിൽ ആൽവരസിന്റെ ഗോൾ നിഷേധിക്കപ്പെട്ടു. വലതുകാൽ കൊണ്ട് കിക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പായി ആൽവരസിന്റെ ഇടംകാൽ പന്തിൽ ടച്ച് ചെയ്തുവെന്നതാണ് കാരണം. വാർ പരിശോധനയിൽ ആൽവരസിന്റെ ഇടംകാൽ പന്തിൽ തൊട്ടതായാണ് കാണപ്പെടുന്നത്. ആൽവരസിന് ഗോൾ നിഷേധിക്കപ്പെട്ടു. പിന്നെ ഫെഡറിക്കോ വാൽവെർദെയുടെ കിക്കിൽ റയൽ 3-1 മുന്നിലായി. ഏഞ്ചൽ കൊറയ അത്ലറ്റിക്കോയ്ക്കായി ലക്ഷ്യം കണ്ടതോടെ സ്കോർ 3-2. ലൂക്കാസ് വാസ്കസും മാർക്കോസ് ലോറന്റെയും അവസരങ്ങൾ നഷ്ടമാക്കി. ഒടുവിൽ ആന്റോണിയോ റോഡ്രിഗറിന്റെ കിക്ക് വലയിലായതോടെ 4-2 റയലിന്റെ വിജയം. ആൽവരസിന്റെ പിഴവ് അത്ലറ്റിക്കോയ്ക്ക് പുറത്തേക്കുള്ള വഴി തെളിച്ചു. പന്തിൽ ആൽവരസ് 2 തവണ ടച്ച് ചെയ്തെന്ന റഫറിയുടെ വാദം സത്യമാകട്ടെ എന്നാണ് അത്ലറ്റിക്കോ പരിശീലകൻ ഡീഗോ സിമിയോണിയുടെ വാക്കുകൾ. അത് സത്യമെങ്കിൽ ഫുട്ബോൾ നിയമ സംവിധാനങ്ങൾ ഏറെ മികച്ചതെന്ന് റയൽ നായകൻ ലൂക്ക മോഡ്രിച്ച്. അതുതന്നെയാണ് ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നത്.